നമുക്ക് ആദ്യം കാക്കേൻ്റെ കൈവന്നൊരു പ്രാവിനെ കിട്ടി. അങ്ങനെ കുറെ പ്രാവിനെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ പ്രാവിനെ നമ്മളോട് ഇതിനെ പറ്റി പറയാൻ അതിനെപ്പറ്റി സംസാരിക്കാന്ന് വെച്ചാൽ വളർത്തുകയാണെങ്കിൽ നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി അറിയുകയാണെങ്കിൽ വളർത്തിയാൽ ഗുണങ്ങളില്ല, ദോഷങ്ങളായിട്ട് ഒന്നുമില്ല. വ്യാപകമായ തൊഴിലാണോ എന്ന് വെച്ചാൽ രാവിലെ കേസാണ്. അല്ലെങ്കിൽ കുട്ടികളെ ആയിക്കഴിഞ്ഞാൽ ലാഭം. കുട്ടികൾ ആവുമ്പോൾ തന്നെ ചത്തുപോകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ലാഭമായിട്ട് കിട്ടുന്നില്ല. പറക്കാനൊന്നും പരിശീലനം നൽകണം. അതിൻ്റെ ചെറുപ്പത്തിൽ അത് കുറച്ചൊരു മീഡിയം സൈസ് ആയാൽ ഒരു ഹവായി കൂട്ടിലോ അല്ലെങ്കിൽ കമ്പിക്കൂട്ടിലോ അങ്ങനെ ഇട്ട് മുറിക്കാൻ വെക്കണം. പിന്നെ അത് കുറച്ച് വലിപ്പം കൂടുമ്പോൾ മുറ്റാരികളൊക്കെ കൊടുത്തിട്ട് വെയിലൊക്കെ കൊള്ളിച്ചിട്ട് വലുതാവുമ്പോൾ പറത്തിക്കണം. കുറച്ച് ടൈം വെച്ചിട്ട് പറപ്പിച്ച് അങ്ങനെ കൊണ്ടുവരാം. 2 മണിക്കൂർ 3 മണിക്കൂർ അങ്ങനെ ടൈം വെച്ച് പറപ്പിച്ച് ലാസ്റ്റ് 13 മണിക്കൂർ 18 മണിക്കൂർ നിൽക്കാത്ത രീതിയിൽ പറക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്ന് 1 മണിക്കൂർ വന്നിട്ടുണ്ടെങ്കിൽ നാളെ 2 മണിക്കൂർ അങ്ങനെ മണിക്കൂർ നീട്ടി കൊണ്ടുപോയി. ജീവിതമാർഗം എന്നുള്ള നിലയിലാണോ അല്ല തൊഴിൽ എന്നുള്ള നിലയിലാണോ അല്ല ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? ഇത് സന്തോഷത്തിനായിട്ട് ചെയ്യുന്ന ഒരു ടൈം പാസ്സാണ്. വേറൊരു മാർഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇതുവരെയായിട്ട് തോന്നിയില്ല. ഇങ്ങനത്തെ കാര്യം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഇപ്പം പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതൊരു ജീവിതമാർഗമായിട്ട് എടുക്കാൻ പറ്റൂലേ? പറ്റായിക്കൊന്നുമില്ല, പക്ഷേ എല്ലാം കൊണ്ടും നല്ല തന്നെയാണ്. അത്യാവശ്യം എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ഇത് കൊടുത്ത് ഒഴിവാക്കാന്ന് വെച്ചാൽ ഒഴിവാക്കാൻ പറ്റുന്ന കേസാണ്. വേറൊരു ഇത് ഇല്ല. അല്ല, ഇപ്പം നമ്മളെ പുതിയ കുട്ടികളുണ്ടല്ലോ, ഈ പുതിയ കുട്ടികൾ, അപ്പോൾ ഈ പുതിയ കുട്ടികൾക്ക് ഇതൊരു തൊഴിലായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? പറ്റായിക്കൊന്നുമില്ല, പക്ഷേ ഇതിനെപ്പറ്റി ശരിക്കും കുറച്ച് അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി കാര്യമില്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ ലാഭകരം തന്നെയാണല്ലേ? ലാഭം തന്നെയല്ലേ? അപ്പോൾ ഇപ്പൊ ഏതെല്ലാം തരത്തിലുള്ള പ്രാവ് നിങ്ങളുടെ തൊഴിൽ ഇപ്പോൾ നിലവിൽ? മുഗി, പറവ, സിറാസ്, ജാക്ക്, മയില്, കന്യാസ്ത്രീ, പൗട്ര്, ചൈനീസ് ഹോള്, സാറ്റി, ഓസ്ട്രേലിയൻ വൈറ്റ്, ഓസ്ട്രേലിയൻ റെഡ്, ഓസ്ട്രേലിയൻ ബ്ലാക്ക്, ഷായിന, അങ്ങനത്തെ ഓരോ പ്രാവുകളുണ്ട്. ഈ കുട്ടികളോട്, പുതിയ കുട്ടികളോട് എന്തൊക്കെ നിങ്ങൾക്ക് കൂടുതലെന്തോ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. കൂടുതലായിട്ടൊന്നും കുട്ടികളോടൊന്നും പറഞ്ഞു കൊടുക്കാനില്ല. തുടങ്ങുകയാണെങ്കിൽ നല്ല പരിപാടി തന്നെയാണ്. അതിനെപ്പറ്റി ശരിക്കും അറിയുകയാണെങ്കിൽ തുടങ്ങിയ നല്ല പരിപാടിയാണ്. വേറൊന്നും പറയാനില്ല. ഈ പ്രാവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മളെ വളർത്തുന്ന കുട്ടികളൊന്ന് അതിനെ തരാനുള്ളത് പിന്നെ അവന്ന് ഇവരൊന്ന് പരിചയപ്പെടുത്തുക. അതിന്റെ പ്രത്യേകത എന്ന് പറയാ, ഈ പ്രാവിന്റെ ഇതാണ് കൺമശി മോഡല്. അതാണ് ഈ പ്രാവ്. ഒരു കറുത്ത കളറുണ്ടാവും, അതുകൊണ്ട് ജാക്ക് എന്ന് പറയും. ഇത് ഈ ചെറുകിൻ്റെ വെള്ള കളറിലോണ്ട് ഷെയ്ഡ് പ്രാവ് പറയും. അപ്പൊ ഇതിന്റെ പിന്നെ നിറവും ഇതെല്ലാം നോക്കിയിട്ടാണ് ഇതിന്റെ പൈസ കണക്കാക്കുന്നത്? അല്ല, ഓരോന്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ് പൈസ. ഹൈറ്റ് പറക്കുന്നത് അല്ലേ? അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? അല്ല, അങ്ങനെ നിങ്ങൾ പരിപാടി നിങ്ങൾ ചെയ്യല്? ട്രെയിനിങ്. അതെങ്ങനെയാ ട്രെയിനിങ് ചെയ്യുന്നത്? കമ്പിക്കൂട്ടിലെല്ലാം ഇട്ടിട്ടാകുമ്പോ വെയിലത്തെല്ലാം പൊളിച്ചിട്ട് ഫസ്റ്റ് പ്രാവശ്യം 2 മണിക്കൂർ പറപ്പിക്കും, പിറ്റേന്ന് 3 മണിക്കൂർ പറപ്പിക്കും. അങ്ങനെ ഡെയിലി പറപ്പിച്ച് കൊണ്ടാണ് ടൈമാക്കല്. അല്ല, അത് 2 മണിക്കൂറിലും പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? നമ്മൾ മേലെ പോയി നോക്കിയിട്ട് നോക്കണം, പറക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരിക്കുന്നുണ്ടോന്നില്ല. അല്ല, അതെങ്ങനെ നോക്കാന്നാണ് സംശയം ചോദിച്ചതാണ്. അങ്ങനെ നമ്മൾ വാർപ്പിന് മേലെ പോയിട്ട് അതിനെ തന്നെ ഇതാക്കണം, വാച്ച് ചെയ്യണം. അപ്പൊ ഇത് വെറും ഒരു അങ്ങനെ തമാശക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല, ശരിക്കും വളരെ ഗൗരവത്തിൽ ചെയ്യേണ്ട ഒരു സംഭവമായിട്ടല്ലേ?
അല്ലേ? അതെ. അപ്പൊ ഇനി കൂടുതലായിട്ട് ഇവരോട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമുക്ക് ഈ പക്ഷി വളർത്തൽ എന്ന ഭാഗമായിട്ട് ഈ കൂടിക്കാഴ്ചയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനോട് റാഷിക്കയോടും റാഷിക്കയുടെ മകൻ റിസാനോടും സ്കൂളിൻ്റെയും വകയും ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെ വകയും നന്ദി അറിയിക്കുന്നു.